എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിൻസ്, ഗെറ്റ് സെറ്റ് ബേബി, നരിവേട്ട തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ആസാദി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീനാഥ് ബാസി നായകനായ സിനിമയാണ് ആസാദി. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ആസാദി സ്വന്തമാക്കിയത്. ആസാദി ഒരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ആസാദി സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ആസാദി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 27-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തഗ് ലൈഫ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കമൽഹാസൻ, തൃഷ, ജോജു ജോർജ് തുടങ്ങി ഒരുപാട് പേരെ അഭിനയിച്ച സിനിമയാണ് തഗ് ലൈഫ്. സിനിമ തിയേറ്ററുകളിൽ 8 നിലയിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ തഗ് ലൈഫിന്റെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് തഗ് ലൈഫ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 3-നാണ് തഗ് ലൈഫിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അജു വർഗീസ് ആണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈൻ അപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു സീരീസുമായി ബന്ധപ്പെട്ടതാണ്. കേരള ക്രൈം ഫയൽസിന്റെ 2ാമത്തെ സീസൺ എത്തിയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാർ ഇപ്പോൾ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ജൂൺ മാസം 22-നാണ് കേരള ക്രൈം ഫയൽസിന്റെ OTT റിലീസ്. ഇതൊരു ത്രില്ലർ സീരീസ് ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗോകുൽ സുരേഷ് സിനിമയിലുണ്ട്. ഇപ്പോഴിതാ ഡൊമിനിക് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഡൊമിനിക് ഈ വീക്കിൽ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മാത്യു തോമസ്, നമിത പ്രമോദ്, ബേസിൽ, അനിക തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിലുണ്ട്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈനാപ്ലയാണ് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ് കപ്പ്. കപ്പ് എന്ന സിനിമ ജൂൺ മാസം 28-നായിരിക്കും സൈനാപ്ലയിൽ OTT റിലീസ് ആവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് വിജിലൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സാധാരണ ധ്യാൻ സിനിമകൾ ഒരുപാട് പരാജയപ്പെടാറുണ്ട്. എന്നാൽ ഈ സിനിമയ്ക്ക് ഭേദപ്പെട്ട റിപ്പോർട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഇപ്പോഴിതാ ഉജ്ജ്വല സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജൂൺ മാസം ലാസ്റ്റ് വീക്കിലാണ് ഉജ്ജ്വല സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹിർ നായകനായ സിനിമയായിരുന്നു ജിന്ന്. ഈ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇതൊരു കോമഡി ഹൊറർ സിനിമയാണ്. ഇപ്പോഴിതാ ജിൻ എന്ന സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് ജിന്നി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജിന്നി സിനിമ ഒരുപാട് പേര് കണ്ടിട്ടില്ല. അതുകൊണ്ട് OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ മാസം 27-നായിരിക്കും ജിന്നി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടോവിനോ തോമസ് നായകനായ സിനിമയായിരുന്നു നരിവേട്ട. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ടോവിനോ പോലീസായിട്ടാണ് സിനിമയിൽ വന്നത്. ഒരു ആദിവാസികളുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സുരാജും ടോവിനോയുമാണ് സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് നരിവേട്ട സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ നരിവേട്ട സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് നരിവേട്ട സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നരിവേട്ട ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്ന സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഒരു മാസത്തോളം സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സർപ്രൈസ് ആയിട്ട് ഈ വീക്കിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അവസാനത്തെ അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ദിലീപിന്റെ സിനിമ വിജയിക്കുന്നത്. ദിലീപിന്റെ സിനിമകൾ OTT റിലീസ് ചെയ്യാറില്ല. ആരും തന്നെ വാങ്ങാറില്ല. എന്നാൽ ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ചിരിക്കുകയാണ്. 30 ദിവസം തിയേറ്ററുകളിൽ സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ജോണി ആന്റണി, സിദ്ദിഖ്, ധ്യാൻ, ദിലീപാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജൂൺ മാസം 20-ന് C5-ലാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന